ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് ഞാനിവിടെ എല്ലാ ചിക്കനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി എരിവുള്ള മുളകാണ്. ഈ പച്ചമുളക് ഇരുന്ന് പഴുത്ത് പോയതാണ്. ഇനി നമുക്ക് വേണ്ടത് 2 വലിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ വേണ്ടത് സവാളയാണ്. അപ്പോൾ വലിയ സവാള 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 കൂട് വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാതും ഓരോന്നോരോന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. സവാള അരിഞ്ഞെടുക്കുന്നവർക്ക് അങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ സവാള ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതേപോലെ സവാളയെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഇവിടെ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലയെല്ലാം ഇതിൽ നന്നായി ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ലേശം ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ,
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.